അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മക്കൾക്ക് അൽഹംദുലില്ലാ സുഖം. പിന്നെ മോള് മാത്രമേ ഇന്ന് സ്കൂളിൽ പോയിട്ടുള്ളൂ. മുത്തുമോനിക്ക് വയ്യ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരുക്കമാണ്. എനിക്കിന്ന് പണിയുമില്ല. അദ്ദേഹത്തിന് എന്തോ കുറച്ച് അസൗകര്യം വയ്യായ്മ ഉള്ളത് കൊണ്ട് ഇന്ന് ജോലിയില്ല. പിന്നെ ഇന്നലെ പണിയുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോയി. നമുക്ക് വീടിൻ്റെ പേരൊക്കെ ഇട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് അൽഹംദുലില്ലാ എല്ലാം ഇന്ന് റാഹത്തായി. ഇന്നിപ്പോൾ പണിക്കാരുണ്ട്. നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തില്ലല്ലോ, അടുക്കള സെറ്റാക്കുന്ന പരിപാടികളാണ്. അൽഹംദുലില്ലാ എല്ലാം റാഹത്താട്ടെ. നിങ്ങളെ ദുആ എനിക്ക് വേണം. മുത്തുമോനിക്ക് എല്ലാ കാലാവസ്ഥയിലും ചൂട് കൂടുമ്പോൾ പൊന്നിന് ഇങ്ങനെ വരും. അവൻ്റെ സ്കിൻ എപ്പോഴും ഡ്രൈ സ്കിന്നാണ്. പൊന്നെ കാണിച്ചു കൊടുത്താണ്. പിന്നെ അവന് പനിയുണ്ട് നല്ല. അമ്മി കാണിച്ചു കൊടുക്കട്ടെ കാല്. ഇതുണ്ടാ, ഇത് കാണിട്ട് പൊന്നാ, ഇത് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മോനിക്ക് പുതിയത് വരണുണ്ട്. അപ്പം അതിൻ്റേതായ പനിയുണ്ട്. സൈക്കിൾ കൊണ്ട് കമ്പി കൊണ്ട് മുറിഞ്ഞ് എന്നാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പം ഇത് കണ്ടപ്പോഴേ, രണ്ടാമത്തെ നിണൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കുറവുണ്ടാവന്ന. അവനൊന്നും പറയില്ല, എന്ത് സങ്കടം വന്നാലും പറയില്ല. നല്ല മുഖം കാണുമ്പോൾ അറിയാം അവൾക്ക് അല്ലോ, നല്ല പനിയുണ്ട്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുക്കമാണ്. ഇന്ന് പണിയില്ലാത്തത് അൽഹംദുലില്ലാ ഹൈറായി. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇവന് വയ്യാതെ എന്നപ്പോൾ നോക്കാനും ആരുമില്ലായിരുന്നു. മിച്ചുമോനെ നോക്കാൻ ആരുമില്ലായിരുന്നു. ഇന്ന് വാപ്പാക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കണം. കിഡ്നി സംബന്ധമായ എല്ലാ അസുഖങ്ങളും അദ്ദേഹത്തിനുണ്ട്. അപ്പം നമ്മളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ രാവിലെ പോകണം. 3 മാസം കൂടുമ്പോൾ ചെക്കപ്പാണ്. അങ്ങനെയാണ് പോണത്. പിന്നെ നീ ലിഫ്റ്റിക്ക് ഉപയോഗിക്കുമോ? ഞാൻ ലിഫ്റ്റിക്ക് മേക്കപ്പ് ഒന്നും ഉപയോഗിക്കില്ല. നമ്മുടെ ഈ HD ഫോണാകുമ്പോൾ പലതരത്തിലുള്ള ക്യാമറ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഷോർട്ടിന് വേണ്ടി വേറൊന്ന് സെറ്റ് ചെയ്യും, ലോങ്ങിന് വേണ്ടി വേറൊന്ന്, അങ്ങനെയാണ് ഇട്ടിരുന്നത്. അങ്ങനെ ഇന്നലെ കാറിലാണ് പോയത്. അത് കാറ് പോലെ തോട്ടമാണ് മക്കളെ. എനിക്ക് ഞാൻ വിചാരിച്ചു ഒരു ഷോർട്ടൊന്ന് ഇട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അതിൽ വന്ന കമൻറ്റുകൾ എത്ര കമൻറ്റാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ പടച്ചോനെ. അപ്പോൾ ഞാൻ ഇനി ഷോർട്ടൊന്നും ചെയ്യില്ല. ഞാനത് ചെയ്ത് നിങ്ങളടുത്ത് എന്തെങ്കിലും, ഞാൻ ലിഫ്റ്റിക്ക് കാര്യങ്ങൾ മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാത്ത ആളാണ്. കണ്ണിൽ കരി പോലും അള്ളാഹു സത്യനായി എഴുതാത്ത ആളാണ്. മുന്നേയൊക്കെ ചിലപ്പോഴൊക്കെ ഇടുമായിരുന്നു. മുമ്പ് ഇക്കക്ക് ആ ഒരു ശീലം ഉണ്ടായിരുന്നു, കരി കണ്ണിൽ സുറുമ ഇടണത്. അപ്പോൾ അന്ന് ഞാൻ ഇടുമായിരുന്നു. പക്ഷേ ഇല്ല, അതിനുശേഷം അങ്ങനെ കരിയും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു മേക്കപ്പും ഇല്ല, പൗഡർ പോലും ഞാൻ ഉപയോഗിക്കില്ല. അതൊന്നും പറയാനല്ല വന്നത്. മുത്തുമോനെ ആശുപത്രി കൊണ്ടുവന്നതിന് ശേഷം, ഇത് നമ്മുടെ കുടുംബ വീടാണ് കേട്ടോ, വന്നതിന് ശേഷം ഫസ്റ്റ് ഒരു പ്രൊമോഷൻ വർക്ക് പോവുക. ഒരു സ്റ്റിച്ചിങ്ങിൻ്റെതാണ്. 2 കുട്ടികളുണ്ട് അതിന്. അപ്പം അതിന് നമുക്ക് അത് ഏത് മോഡലിലെ ഡ്രസ്സും തയ്ക്കും. ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കിളിമാനൂർ എൻ്റെ കരിയൊക്കെ വരച്ച് ചുന്നരി ഇരിക്കണ ഉണ്ട് അങ്ങനെ ഉമ്മച്ചിൻ്റെ ചുന്നരി പെണ്ണാണ്. അപ്പോൾ നമ്മൾ പ്രമോഷൻ വർക്കിന് പോവുകയാണ്. ഞാൻ കിളിമാനൂരാണ്. ഇവിടെ നിന്ന് 25 രൂപ പോയിൻ്റാണ് നമ്മുടെ പാരിപ്പള്ളിയിൽ നിന്ന്. തിരിച്ച് ഇല്ല പോയില്ല അവിടെ ഉണ്ടടി. ഇപ്പോഴും ഞാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ആ വീഡിയോസ് ഞാൻ ചെയ്യും, അവിടെ ചെന്നിട്ട് ചെയ്യും. അപ്പോഴും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതിന് ആർക്കെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ അയച്ചു കൊടുക്കും. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇൻഷാ അള്ളാ കാണിച്ചു തരാം. പിന്നെ ഞാൻ അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിലൊരു വീഡിയോസൊന്നും ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ദുഃഖത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ഷോർട്ട് ഇടും. നമ്മൾ പല സാഹചര്യത്തിൽ വന്നവരല്ലേ. പിന്നെ ഇതാണ് നമ്മളെ അടുക്കള, ഉമ്മാൻ്റെ അടുക്കള. അപ്പോൾ ഈ മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പുറത്ത് നമുക്ക് ജോലിക്കാരുണ്ട്. ഇന്ന് നമ്മൾ വെച്ചേക്കുന്ന സ്പെഷ്യൽ നിങ്ങൾക്കൊന്ന്, ഇത് പഴയ വീട് നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്തതാണ്. ഇതൊക്കെ മൊത്തവും പോയി. നമുക്ക് ഇൻഷാ അള്ളാ അനിയൻ്റെ കല്യാണത്തോടു കൂടി എല്ലാം ശരിയാക്കണം. നമ്മൾ ചക്ക വെച്ചിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ ചക്ക. പിന്നെ അത് ചോറാണ് കേട്ടോ. ഇത് വിഴുക്ക്, ഇത് മോര് കറി. അൽഹംദുലില്ലാ നമ്മളെല്ലാം റാഹത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓടിൻ്റെ വീട് മെയിൻ്റെനൻസ് ചെയ്തതാണ്, തട്ടിക്കളഞ്ഞിട്ട് ഈ റൂം ഇത്തിരി വലുതാക്കി അങ്ങനെ ചക്കയൊക്കെ വെച്ച് നമ്മൾ രാവിലെ അപ്പമൊക്കെ വെച്ചിട്ട് നമ്മൾ 3 പേരും കൂടെ എല്ലാം ഹെൽപ്പാക്കി പോയി. പിന്നെ മോനിക്ക് രാവിലെ എണീച്ചപ്പോൾ പനിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ റാഹത്താണ്. അപ്പോൾ കിളിമാനൂർ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരണം. പ്രമോഷൻ വർക്ക് എനിക്ക് അവൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം
എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മസ്റൂറ മോൾക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോഴവർക്ക് അവൾക്ക് ഇങ്ങ് വരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 2 കുഞ്ഞു മക്കളാണ്. എൻ്റെ മോളെ പരുവവും എൻ്റെ മുത്തുമോൻ്റെ പരുവമാണ്. അപ്പോഴും ഞാൻ ഇപ്പോൾ കിളിമാനൂരാണ് അവരെ വീട്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എത്രയും വൈകി വരണ്ട, പൊടിയൊക്കെ അലർജിയൊക്കെ ആണ്ട് ഈ കാലാവസ്ഥയിലൊക്കെ അവൾക്കും കുറച്ച് ഹെൽത്ത് തുമ്മലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ഇവരെ നാത്തൂനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നാത്തൂനെയും കാക്കച്ചിയൊക്കെ എല്ലാവർക്കും കാണിച്ചു തരുമെന്ന് വെച്ച് ഒരു ക്യാമറയിൽ ഇൻഷാ അല്ലാ അനിയൻ അടുത്ത മാസം വരുന്നുണ്ട്. നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് അനിയൻ പഠിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോയി പറഞ്ഞ ജോലിയൊന്നും അല്ലായിരുന്നു കുട്ടി ചെറിയ ആളാണ് അനിയൻ. ഞാനും അവനും തമ്മിൽ 10 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. 9 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. അപ്പം എൻ്റെ കല്യാണത്തിന് 7ാം ക്ലാസ്സിൽ പഠിക്കുവാണ് ആൾ, അല്ല 8ാം ക്ലാസ്സിൽ പഠിക്കുവാണ് ആൾ. അപ്പോൾ എൻ്റെ ഒരു വേർപാട് അവനെ വലിയ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഞാനാണ് ഒരു ഉമ്മനെ പോലെ എടുത്തും തൊട്ടിലാട്ടിയും അങ്ങനെയൊക്കെ കൊണ്ടു കിടന്ന് വളർത്തിയ മോനാണ്. അതുകൊണ്ട് കാക്കാരോട് അധികം അടുപ്പമില്ല എങ്കിലും അനിയൻ്റെ കൂടെ ഭയങ്കര കൂട്ടാണ് നമ്മൾ. പിന്നെ എന്തൊക്കെയാ, അള്ളാഹു 3 മക്കളെ തന്ന് ജീവിതം ഇങ്ങനെ ആയി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഒരേ പാഠമാണ്. നമ്മൾ ഓട്ടോമാറ്റിക് ഒരാളില്ലാതിരിക്കുമ്പം നമ്മൾ ഓട്ടോമാറ്റിക് മാറും. ഓരോരുത്തരെ കമൻറ്റ് കാണുമ്പോൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നമുക്ക് അള്ളാഹു ഒരു ധൈര്യം അപ്പടി തരും. നമുക്കൊരു ഭർത്താവില്ലേ, അല്ലെങ്കിൽ നമുക്കൊന്നിനും കഴിവില്ലേ, നീ എത്രയും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ റബ്ബ് നമുക്കൊരു കഴിവ് തരും പല രീതിയിൽ. അപ്പോൾ മക്കളെ CBSE സ്കൂളിലാണ് പഠിക്കണതെന്ന് വെച്ചാൽ 3 വർഷം കൊണ്ട് മക്കളെ CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. മോള് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. മോനിക്ക് ഈ പ്രശ്നമുള്ളത് കൊണ്ട്, മുത്തുമോനിക്ക് ഈ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ മോളെയും കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. കിഴക്കനേല ഗവൺമെൻറ്റിൽ നിന്ന് മാറ്റി നമ്മുടെ ചെറിയ സ്കൂളിലോട്ട് ആക്കിയതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവനൊന്ന് കെയർ ചെയ്യാനും, അവളാവുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അവൻ്റെ ഒരു ബുക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വലുതായിട്ട് അവനെ സപ്പോർട്ട് എഫക്റ്റ് എടുത്ത് പഠിപ്പിക്കില്ല, പക്ഷേ അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ അധികം മക്കളെ ഒരു വാക്ക് ചില സമയങ്ങളിൽ മാത്രം 3 പേർക്കും കുരുത്തക്കേട് തികയുമ്പോഴൊക്കെ മാത്രമേ ഞാൻ അടിക്കുകയുള്ളൂ, അല്ലാണ്ട് ഞാൻ വലുതായിട്ട് അടിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം വരുവാണെങ്കിൽ ഞാൻ പിന്നെ അങ്ങ് ചിരിച്ചിട്ടേ അങ്ങ് പോവും. പിന്നെ അതുകൊണ്ട് ഒരു പരുവത്തിൽ കൂടെ ഇങ്ങനെ പോകണം. നമ്മൾ അവനെ കൂടുതൽ ടീച്ചറാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും അവനങ്ങനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു കാര്യങ്ങളില്ല. എന്നാൽ അവനെ ഒന്ന് കളഞ്ഞിട്ടുമില്ല. ഇപ്പം ഞാനിപ്പോൾ മാർക്കുകൾ തന്നെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവന് ഒരു ഹോംവർക്കിൻ്റെ ബുക്കും വീട്ടിൽ കൊടുത്തേക്കില്ല, കാരണം അവൻ എഴുതില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ റാഹത്താണ്. അപ്പോൾ കിളിമാനൂർ പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും കിളിമാനൂരാണ് വീടെങ്കിൽ ഒന്ന് സ്റ്റാൻഡിൽ ഇറങ്ങും. ഞാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങും. എന്നെ കാണാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമാണ്, മക്കളെ കാണാൻ ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെയാണ് മോനെ എഴുത്തൊന്നും വലിയ രീതിയിലൊന്നും അല്ല, ഇങ്ങനെയാണൊക്കെയാണ് അവനിപ്പോഴും എഴുതുന്നത്. പക്ഷേ പടം കണ്ടൊക്കെ പറയും. ഇങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അൽഹംദുലില്ലാ ഉണ്ട്. അത് നമുക്ക് സ്നേഹത്തിലൂടെയും കരുതലിലൂടെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. 10 വയസ്സാകുമ്പോൾ ഒക്കെ ആവും എന്നാണ് പറഞ്ഞത്. നമ്മുടെ മിച്ചുമോനെ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉപ്പാൻ്റെ ആധാർ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഈ ജോലിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആധാർ എടുക്കാൻ ഇനി കൊണ്ടുപോകണം. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരം ഇവനെയും കൂടെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഇന്ന് ചക്കയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. ഞാനങ്ങനെ മീൻ കഴിക്കും, എനിക്കിഷ്ടം മോരേറി, അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ അപ്പോഴേ മോക്കൊരു സ്റ്റിച്ചിങ്ങിനൊരു ഫ്രോക്കുണ്ട്. ഞാൻ ആ ഫ്രോക്ക് കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ പിടിക്കും. അവർ ചെയ്തുന്ന കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ. പിന്നെ കൊല്ലത്ത് നമുക്കൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ കൊല്ലത്തൊരു വീഡിയോ പിടിക്കണം എന്നുണ്ട്. 2 പേര് വികലാംഗരാണ്. അവരെ കുട്ടിയും അവർക്കുണ്ടായി ഇരുന്ന് നിരങ്ങുന്നവരാണ്. അവരെ കുട്ടിക്ക് കൈക്കൊരു സ്വാധീനക്കുറവുണ്ട്. ആ കുട്ടിക്കൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കുട്ടിയെ ഫിസിയോതെറാപ്പിയിലൂടെ കൊണ്ടുവച്ചി ഒരു ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുത്തൂനത് മിച്ചൂന് തന്ന്. അപ്പോൾ നമുക്ക് ആ കുട്ടീനെ നമുക്കൊന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് മുന്നോട്ട് അതുപോലെയുള്ള ഇരുന്ന് നിറങ്ങുന്നവർക്ക് ഡൈപ്പർ കാര്യങ്ങൾ ഒക്കെ ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞ് എൻ്റെ ഏണിങ്സ് വരട്ടെ, വന്നിട്ട് ഞാൻ വന്ന് കാണാം. അപ്പോൾ അവർക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ചാരിറ്റിയിലെല്ലാം ഉണ്ട്. അപ്പോൾ
അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 9 ആണ് അതിൻ്റെ മീറ്റിങ്. അപ്പോൾ ഇൻഷാ അല്ലാ മീറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ട്. പാവങ്ങളെ കൈ കുറത്ത് ചേർത്ത് നെഞ്ചോട് വെക്കാം. ഖബറിൽ ഇതൊക്കെ ഉള്ളു. ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചേർത്ത് നിർത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് നിർത്തിയാൽ ഖബറിൽ നാളെ ഏതെങ്കിലും ഒരു നന്മയുണ്ടാവും. പിന്നെ വേറെ ഒന്നുമല്ല, എനിക്ക് എൻ്റെ പൊന്നു മകനെ അവിടെ കാത്തു നിൽപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ കുത്തി നോവിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. ഞാൻ ഒരു ലിഫ്റ്റിക്ക് കാര്യങ്ങൾ അതൊക്കെ എൻ്റെ ക്യാമറയുടെ ട്രിക്കാണ്. അത് നമുക്ക് എല്ലാ ഫോണിലും ഉണ്ട്, HD ഫോണുകളും ക്യാമറ പല ട്രിക്കിലും. ഞാൻ ഷോട്ടിൽ ആ ക്യാമറേനെ സെറ്റ് ചെയ്തേക്കുന്ന. അതിൻ്റെ ഇതിലാണ് വന്നത്. അപ്പോൾ ഈ റെഡ് ഉപയോഗിച്ചപ്പോൾ ചുണ്ട് അധികം റെഡ് തോന്നിച്ചു. അതാണ് നിങ്ങൾക്ക് വന്ന തെറ്റല്ല, അത് മേക്കപ്പ് ഇടുകയോ കാര്യമൊന്നുമില്ല. അതിൽ തന്നെ നമ്മുടെ മുഖം പല രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്ന് ഞാൻ നിങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉമ്മി അപ്പുറത്ത് നിന്ന് എടുത്തോളാം, മക്കൾ അപ്പുറത്ത് അവിടെ കൊണ്ട് വെച്ചീൻ തുണി ആ ഉടുപ്പല്ലേ ഇടുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഫസ്റ്റ് പ്രൊമോഷൻ വർക്കാണ്. പൈസയൊന്നും മേടിച്ചിട്ടല്ല. എനിക്ക് അള്ളാഹു അൽഹംദുലില്ലാ അത് എനിക്ക് സ്റ്റിച്ച് ചെയ്തൊരു ഫ്രോക്ക് തരുന്നുണ്ട്. അപ്പം അതിൻ്റെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നല്ല 2 മാഷാ അല്ലാഹ് 2 പെൺമക്കളാണ്. അപ്പം എന്നെ എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു രീതിയിൽ വീട്ടിലാണ് മെഷീനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് അവരെ മുഖം ഉപയോഗിക്കില്ല, ക്യാമറയിൽ വരാൻ പറ്റില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ അവർ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണാം. നിങ്ങൾ ആർക്കെങ്കിലും ഡ്രസ്സ് ഏത് മോഡൽ ഏത് അളവിൽ വേണമെങ്കിൽ തച്ച് തരും. അപ്പോൾ നിങ്ങൾ ഞാൻ അവരെ കോണ്ടാക്റ്റ് നമ്പരും വെക്കുക. അവർക്ക് ഇൻസ്റ്റഗ്രാം പേജുണ്ട്. അപ്പോൾ അതിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. എന്തെങ്കിലും വാക്കാലോ പ്രവൃത്തിയിലോട്ടോ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവിൽ വീണ്ടും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആരെ വേദനിപ്പിക്കുക അങ്ങനെ വന്നിട്ടില്ല. എനിക്കറിയില്ല എങ്ങനെയാണ് ആരെ വേദനിപ്പിക്കുക കാര്യങ്ങളൊക്കെ. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഒരാളെന്നെ കുറ്റം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പിന്മാറിയുള്ളൂ. അപ്പോൾ ദുആ ചെയ്യണം. ആദ്യത്തെ പ്രൊമോഷൻ വർക്കാണ് വന്നേക്കുന്നത്. പൈസയൊന്നും മേടിച്ചിട്ടില്ല. അതിന് അനുഗ്രഹമായിട്ട് എനിക്ക് മോൾക്കൊരു ഫ്രോക്ക് തന്നെ അൽഹംദുലില്ലാ ആ കുട്ടി ചെയ്ത് തന്ന്. നല്ല വർക്കുണ്ടെങ്കിൽ ഞാൻ ആ 2 കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് ആ കുട്ടികളെ 2 പേരെയും ക്യാമറയിൽ കാണിക്കാൻ പറ്റുമോ എന്തോ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് കിളിമാനൂർ ചെന്നിട്ട് എല്ലാം കാണിച്ച് എൻ്റെ മുത്തുമോനെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ഹോമിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സലാം പറഞ്ഞോടൂ. എന്നാ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേന്ന് പറയാം. ഇത്രയേ ഉള്ളൂ മക്കളെ. അസ്സലാമു അലൈക്കും.